السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്ത് യാസീന്റെ വിശദീകരണത്തെ രണ്ടാമത്തെ നാളായിട്ടിരുന്ന ഉണ്ട് കൂടിരെ. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, ഈ രണ്ടായത്തിൽ ഞങ്ങൾ ഇന്നലെ വിശദീകരിച്ച ഹക്കീമ യാസീൻ. യാസീന്റെ നിങ്ങൾ ചൊന്നതുപോലെ അതിലർത്ഥ സാധാരണ മഹാന്മാർ അതിൽ വിശദീകരിക്കുമ്പോൾ ചൊല്ലേ അല്ലാഹു അഅലമു ബിമുറാദിഹി ബിഹി, ഇതുകൊണ്ടുള്ള ഉദ്ദേശ അല്ലാഹുഗു ആയിട്ടിക്കറ്, അല്ലാഹുഗു മാത്രം ആയിട്ടിക്കറ്, അല്ലാഹുഗും റസൂലുഗു മാത്രം ആയിട്ടിക്കറ് അതിലെ യഥാർത്ഥമായ അർത്ഥ ഗൊന്തുല്ലേണ്ട്. വൽ ഖുർആനിൽ ഹക്കീം, ഹക്കീമായ ഖുർആൻ തന്നെ ആയിട്ടിക്കറ് സത്യം, ഖുർആൻ തന്നെയാണ് സാക്ഷ്യ. ഇന്നക ലമിനൽ മുർസലീൻ, ഓ നബിയെ നിങ്ങ യഥാർത്ഥത്തിൽ റസൂൽമാരിൽ പെട്ട ആളായിട്ടിക്കിടാറ്. അല്ലാഹു തആലയിൽ നിന്ന് അയക്കപ്പെട്ട ആൾമാരിൽ പെട്ട ആളായിട്ടിക്കിടാറ്. ഹക്കീമായ ഖുർആൻ എന്നങ്ങ അർത്ഥം എന്നാൽ ചൊന്ന ഹിക്മത്തുള്ളങ്ങനത്തെ ഖുർആൻ എന്ന അർത്ഥമുണ്ട്. ഒരർത്ഥ ഹക്കീം ചൊന്നെങ്കിൽ ഹിക്മത്തുങ്ങ എന്ന് പറഞ്ഞങ്ങനത്തെ ഹിക്മത്തുങ്ങ ഉള്ളങ്ങനത്തെ ഖുർആൻ, യുക്തിഭദ്രമായ യുക്തിപൂർണമായിട്ടുള്ള അങ്ങനത്തെ ഖുർആൻ തന്നെയാണ് സത്യം. ഖുർആൻ ഉടനീളം ഓർത്ത അധ്യയനാക്കണമെങ്കിൽ അതിൽ പഠിക്കലുണ്ടായെങ്കിൽ അവൾക്ക് മനസ്സിലാക്കുക. അവടു ഖുർആൻ അതിലൊരു വൈരുദ്ധ്യവും കാണാത്ത രൂപത്തിൽ, ഒരു തരത്തെ ഒരു തപ്പുങ്ങമ അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങ ഒന്നും കാണാത്ത രൂപത്തിൽ പരിപൂർണമായ പെർഫെക്റ്റ് ആയ ഒരു കിതാബായിട്ട് ഖുർആൻ ചൊല്ലത്. ഇങ്ങനെ നോക്കൊരു എത്രമാ ആൽമാർ എത്രമാ ബുക്ക് ഗ്രന്ഥങ്ങൾ എഴുതാറ്. പക്ഷെ അതിലെ എത്രമാ എഡിറ്റിംഗ് എല്ലാം ആക്കിയാൽ പിന്നെയുമാ എത്രമാ തപ്പുങ്ങെല്ലാം മുഖത്തിൽ കാണുക. വേറെങ്ങ അത് ആ തപ്പുങ്ങെല്ലാം സൂചിപ്പിച്ചിട്ട് ആ തപ്പുങ്ങെല്ലാം കാട്ടി കൊടുക്കുന്നതുണ്ട്. പക്ഷേ ഖുർആൻ അതിനെ പരിപൂർണമാക്കിയാൽ പിന്നെ അല്ലാഹു തആല അതിനെ ഇറക്കി കൊടുത്താൽ പിന്നെ ഒരിക്കലും അതിലൊരു തപ്പ് കണ്ടുപിടിക്കുക, അതിൽ ഒരു നിലക്കും അതിനെ വിമർശാക്കുക, അതിൽ ഇന്ന തപ്പുണ്ട് ഇന്ന വൈരുദ്ധ്യമുണ്ട്, ഈ ചൊന്നത് അതിൽ പിന്നർമോത്തിൽ ചൊന്നതൊക്കെ എതിരേറ്റിക്കറിട്ട് കാട്ടിക്കൊടുക്കൂ ആർക്കും സാധ്യമായിട്ടില്ല. തഫ്സീറുൽ ജലാലൈനില് ആ ഹക്കീം ചൊല്ലതൊക്കെ അർത്ഥം കൊടുത്തരെ അൽ മുഹ്കമു ബിഅജീബിൻ നളുമി വബദീഇൽ മആനി. ഹക്കീം ചൊന്നെങ്കിൽ കൃത്യമായ ഒരു സ്ട്രക്ചർ കൊണ്ടിട്ടും അതുപോലെ അത്ഭുതപ്പെടുത്തുന്ന ആശയങ്ങളെ കൊണ്ടിട്ടു ഭദ്രമാക്കപ്പെട്ടങ്ങനത്തെ ഖുർആൻ എന്നർത്ഥം കൊടുത്തതായിട്ട് കാണും. അതായത് ഖുർആന്റെ സ്ട്രക്ചറെല്ലാം കൃത്യമായിട്ട് അതിലെ ആ അല്ലാഹു തആല അതിലെ ആ ആയത്തുങ്ങളെ അല്ലാഹു തആല ആ ആയത്തുങ്ങളെ ഇറക്കിയ അങ്ങനത്തെ രൂപവും അതിലെ ഉള്ളങ്ങനത്തെ ആശയങ്ങളിലെ വിസ്മയകരമായ അങ്ങനത്തെ അത്ഭുതമായ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള അങ്ങനത്തെ ഒരു ഗ്രന്ഥമായിട്ട് ഖുർആൻ. ആ ഖുർആന് തന്നെയാണ് സാക്ഷി. ഓ നബിയെ നിങ്ങ മുർസലീങ്ങളിൽ പെട്ടാലേ എത്തിക്കിറാറുണ്ട്. നിങ്ങൾ നോക്കൊരു ഖുർആൻ ചൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 23 വർഷത്തെ പ്രബോധന കാലഘട്ടത്തിൽ ഹന്തായിട്ട് ഇറങ്ങി അങ്ങനത്തെ ഒരു വിഷയിട്ടിക്കറ്. സാധാരണ ഒരു ബുക്കിടെ ഒരു നാലില് അത് ചെമ്മനാലിൽ ഇങ്ങനെ എഴുതിട്ട് അതിനെ ഉറക്കല് വിടുവിടാക്കണം അങ്ങനത്തെ ഒരു രൂപമായിട്ടിക്കറ് നിങ്ങൾ കാണണ്ടേ. പക്ഷെ ഖുർആന്റെ ആ രൂപത്തിലല്ല അല്ലാഹു തആല ഇതാക്കിയത്. ഹന്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിന് അനുസാരമായിട്ട് ഖുർആൻ അല്ലാഹു തആല ഇറക്കി കൊടുത്തത്. അപ്പൊ 23 വർഷത്തിൽ അതിനെ ഇറക്കി കൊടുക്കുമ്പോൾ ഒരു മനുഷ്യനായ ഒരാൾ അതിനെ ഉണ്ടാക്കിയിട്ടെങ്കിൽ ಖಂಡಿತമായിട്ടും അതെന്താവന്ത് ഏതോ ഒരു 10 വർഷം മുതൽ ചൊന്നത് പിന്നെ 10 വർഷം കഴിയുമ്പോൾ
ಆದರೆ ಅವರು ಪ್ರಸಕ್ತಿ ಅದರ ಇಂಪಾರ್ಟೆನ್ಸ್ ಇಲ್ಲಂಟಾವಂತ. അതുപോലെ ചിലപ്പോ ആ 10 വർഷം ചൊന്ന ഒരു കാര്യത്തിക്ക് 10 വർഷം കഴിഞ്ഞാൽ പിന്നെ ചൊല്ല ഒരു കാര്യം എതിരായിട്ട് പറയുന്നത്. പക്ഷെ ആ രൂപത്തിലൊന്നും ആവാണ്ട് കൃത്യമായ രൂപത്തിൽ ഈ ഖുർആന്റെ നമുക്ക് കാണുകയോട് ചൊല്ലത് അത് ഒരിക്കലും ഒരു മനുഷ്യ ഉണ്ടാക്കിയതല്ല ചൊല്ലതുക്കുള്ളേ ഒരു വലിയ ഒരു തെളിവായിട്ടിക്കറ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സ്വന്തമായിട്ട് എന്തല്ല ഈ ആശയങ്ങൾ ചൊന്നോണ്ടില്ലേ, ഇത് അല്ലാഹു തആല നബി തങ്ങൾട്ട ചൊന്നുകൊടുത്തതായിട്ടിക്കറ് ചൊല്ലതുക്കുള്ളേ വലിയ ഒരു സാക്ഷി എന്തരെ, വലിയൊരു പ്രൂഫ് എന്തരെ, അത് ഖുർആൻ ആയിട്ടിക്കറിട്ടാണ് അല്ലാഹു തആല പഠിപ്പാട്ട്. എന്നിട്ട് അല്ലാഹു തആല ചൊല്ല അലാ സിറാത്തിൻ മുസ്തഖീം, ഓ നബിയെ നിങ്ങ നിങ്ങവും അതുപോലെ നിങ്ങളെ പോലെ അയക്കപ്പെട്ടങ്ങനത്തെ നിങ്ങളെ പോലെ വേറെ വേറെ കൗമുകളെല്ലാം അയക്കപ്പെട്ടങ്ങനത്തെ മുർസലീങ്ങളെല്ലാം എല്ലാരും ഒരു നേരായ ഒരു റൂട്ടിലായിട്ട് ഇന്ന് എല്ലാരും ഇന്നെ മുസ്തഖീമായ സുറാത്ത് ചെന്നെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു റോഡ് കാണും. സുറാത്ത് മുസ്തഖീം ചൊല്ലി ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു തെരുളാണ് നിങ്ങൾ എല്ലാവരും ഉള്ളത്. നേരായിട്ടുള്ള ഒരു തെരുൾ, ഒരു വാരയും ഇല്ലാണ്ട് നിങ്ങ വെച്ചങ്ങനത്തെ ഗുരി, ആ മുർസലീങ്ങ വെച്ചങ്ങനത്തെ ഒരു ഗുരി ഉണ്ട്. മനുഷ്യന്മാരെ ഈ കൗമുലു നല്ലതെല്ലാം സ്ഥാപിച്ചിട്ട് ബെടക്കെല്ലാം നിർമൂലനാക്കിയിട്ട് എല്ലാരെയും അല്ലാഹു തആലയുടെ മുട്ട അല്ലാഹു തആലക്ക് ഒരു സാമീപ്യം ഉണ്ടാക്കി കൊടുക്കണേച്ചുള്ള ഒരു ഉദ്ദേശത്തിലാണ് മുർസലിങ്ങൾ എല്ലാവരും വന്നത്. ആ ഒരു ഉദ്ദേശത്തിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങളെല്ലാവരും ഒരു സ്ട്രെയിറ്റ് റോഡിലുള്ളാറ്, സ്ട്രെയിറ്റ് ആയ ഒരു തെരുവിലുള്ളാറിട്ടാണ് അല്ലാഹു തആല ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവന തങ്ങ നോക്കുന്നുണ്ടായെങ്കിൽ അത് നബി തങ്ങ ജനിച്ചത് മുതൽ നബി തങ്ങളെ ബാല്യകാലവും യൗവനകാലവും അതിൽ പിന്നെ 40 വയസ്സായാൽ പിന്നെ നുബൂവത്ത് കിട്ടിയാൽ പിന്നത്തെ കാലവും നബി തങ്ങ ഒരു വാരയും കോരയും ഇല്ലാണ്ട് ആൽമാര് ഒരു സ്വഭാവ ദൂഷ്യം ചൊല്ല രൂപത്തില ആ ഒരു സ്വഭാവം നല്ല ഇല്ലാത്ത ഈ സ്വഭാവം നല്ല ഇല്ലാത്ത എന്ന് ചൊല്ല രൂപത്തില നബി തങ്ങളുടെ ജീവിതത്തിൽ ഒന്നും കാണുകയില്ല. എല്ലാം കൃത്യമായ രൂപത്തിലാണ്, കൃത്യമായ ഒരു സ്വഭാവ ശൈലിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചത്. യഥാർത്ഥത്തിൽ അല്ലാഹു തആല ഈ അലാ സിറാത്തി മുസ്തഖീം ചൊല്ലുമ്പോ നബിത്തങ്ങ റസൂലായിട്ടിക്കറ് ചൊല്ലതുക്കുള്ള ഒരു രണ്ടാമത്തെ പ്രൂഫാണ് അല്ലാഹു തആല യഥാർത്ഥത്തിൽ നമുക്ക് പഠിപ്പാട്ടി തന്നിട്ടില്ലേ. ഒന്നാമത്തെ പ്രൂഫ്, ഒന്നാമത്തെ തെളിവായിട്ട് അല്ലാഹു തആല ഖുർആന്റെ ചൊന്ന നബിയെ നിങ്ങ റസൂലായിട്ടിക്കറ് ചൊല്ലതുക്കുള്ള ഒന്നാമത്തെ പ്രൂഫ് ഖുർആൻ തന്നെയാണ്. രണ്ടാമത്തെ പ്രൂഫ് നിങ്ങളെ ലൈഫ് ആയിട്ടിക്കറ് അലാ സിറാത്തി മുസ്തഖീം, നിങ്ങളെ ലൈഫ് നോക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ ഒരു നേരായ തെരുളായിട്ടിക്കറ് നിങ്ങളെ ലൈഫ് നിങ്ങ ജീവിച്ചോണ്ടുള്ളേ. ആ ജീവന നോക്കിടങ്ങനത്തെ ഒരാൾക്ക് ಖಂಡಿತമായിട്ട് മനസ്സിലാക്കുക ഇത് ഒരു റസൂലുകല്ലാണ്ട് ഇങ്ങനെ ജീവിക്കുകയാവില്ല, ഒരു നബിയായിട്ടുള്ള ഒരാളുകല്ലാണ്ട് ഇങ്ങനെ ജീവിക്കുകയാവില്ല ചൊല്ലത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തെ ലൈഫിടെ പഠിക്കുന്ന ആർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ മനുഷ്യനായിട്ടില്ലാന്ത് അത് അല്ലാഹു തആല പ്രത്യേകമായിട്ട് അപ്പോയിന്റ് ആക്കിയങ്ങനത്തെ മനുഷ്യന്മാരെ ഹിദായത്തിലാക്കുവാനായിട്ട് അല്ലാഹു തആല അപ്പോയിന്റ് ആക്കി അങ്ങനത്തെ ഒരു മനുഷ്യായിട്ടിന്ത് എന്ന് ആർക്കും മനസ്സിലാക്കുക കൊണ്ടാണ് അല്ലാഹു തആല ഈ ആയത്തിൽ ചൊല്ലുന്നുള്ളത്. തൻസീലൽ അസീസിർ റഹീം. അടുത്തതായിട്ട് അല്ലാഹു തആല ഈ കിതാബ് വൽ ഖുർആനിൽ ഹക്കീം എന്ന് അല്ലാഹു തആല ചൊന്നല്ലേ, ഈ ഖുർആൻ തന്നെയാണ് സാക്ഷി, ഹക്കീമായിട്ടുള്ള ഖുർആൻ തന്നെയാണ് സാക്ഷി. ആ ഖുർആൻ ആരാണിനി ഇറക്കിരെ, ആരാണ് ഉണ്ടാക്കിരെ, ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഗ്രന്ഥ, ഒരു കിതാബ്, ഒരു ബുക്ക് ആരാണ് ഉണ്ടാക്കിയിട്ടാണ് അല്ലാഹു തആല നെക്സ്റ്റ് ചൊന്നിട്ടുള്ളത്. ഇതിരെ ഓദർ, ഇതിരെ ലേഖക ആര്, ഇതിരെ ഉണ്ടാക്കിയവൻ ആര് എന്നാണ്. തൻസീലൽ അസീസിർ റഹീം, റഹീമും അസീസുമായ അല്ലാഹു തആല ഇറക്കിയങ്ങനത്തെ കിതാബായിട്ടിക്കറി. ഇത് അല്ലാഹു തആല മേൽടെ ഇലിപ്പാട്ടി തന്നങ്ങനത്തെ കിതാബായിട്ടിക്കറിട്ട. നമുക്ക് ഗൊന്തുള്ളതുപോലെ പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ഉണ്ടാക്കിയതല്ല, അല്ലാഹു തആലയുടെ കലാമായിട്ടിക്കറത്, അല്ലാഹു തആലയുടെ പലക്കായിട്ടിക്കറ്. അല്ലാഹുടെ പലക്ക ചൊല്ലത് അല്ലാഹു തആല സൃഷ്ടിക്കണതല്ല, അത് അവന്റെ സിഫത്താണ്, അവന്റെ വിശേഷനായിട്ടിക്കറ് ആ പലക്ക ചൊല്ലത്. അപ്പൊ അല്ലാഹു തആല ചൊന്നോണ്ടുള്ള ഇത് ഒരു ആൾ ഉണ്ടാക്കിയത്, ഒരു വ്യക്തി, ഒരു മനുഷ്യ ഉണ്ടാക്കിയതല്ല, മറിച്ചിട്ട് ഇത് റഹീമും അസീസുമായ അല്ലാഹു തആല ഇറക്കി തന്നങ്ങനത്തെ, ഇലിപ്പാട്ടി തന്നങ്ങനത്തെ, ಬಿಡುಗಡಾಕಿ ತಂದಂಗಂತೆ ಕಿತಾಬ್ ಇಟ್ಟಿಕ್ಕದು.
ജണ്ട് അള്ളാഹു താലയുടെ ഇതിരെ അള്ളാഹു താല ഖുർആന്റെ ആരാണ് തന്നരെ ആരാണ് ഇത് പടിപ്പാട്ടി കൊടുത്തത് നബിത്തങ്ങ് പടിപ്പാട്ടി കൊടുത്തത് ആരാണ്ട് അള്ളാഹു താല ചുന്തറുമ്പോ അള്ളാഹു എന്ന് ചൊല്ലാട്ടെ അള്ളാഹു ആണ് ഇത് പടിപ്പാട്ടി തന്നരേന്ന് ചൊല്ലാട്ടെ അള്ളാഹു താലയുടെ ജണ്ട് സിഫത്തുങ്ങ വിശേഷണങ്ങായിട്ടിക്കർ അള്ളാഹു താല എടുത്തു ചൊന്നരെ ഒന്ന് അസീസ് പിന്നൊന്ന് റഹീം. എന്തിനാണ് ഇങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹു താല ഈ രണ്ട് സിഫത്തുങ്ങ മാത്രം ചൊന്നരേറ്റ് ഞങ്ങൾ ആലോചനാക്കും. അള്ളാഹു താലക്ക് എത്രമാ സിഫത്തുങ്ങ ഉണ്ടല്ലേ. സാധാരണ അസ്മാ ഉൽ ഹുസ്നല്ലേ ഞങ്ങൾ എത്രമാ സിഫത്തുങ്ങ ഞങ്ങൾ ഓതുര. അള്ളാഹു താല ജബ്ബാറാണ്, ഖഹാറാണ്, വഹാബൈറ്റിക്കറ. ഇതേ ജാഗത്തിൽ അള്ളാഹു താലക്ക് തൻസീൽ അൽ ജബ്ബാരിൽ വഹാബ് അങ്ങനെ ചൊല്ലാൻ, അല്ലെങ്കിൽ തൻസീൽ റസാഖ് അർ റഹ്മാൻ അങ്ങനെയുള്ള ചൊല്ലാൻ. അതിന് ബദലിക്ക് രണ്ട് സിഫത്താണ് അള്ളാഹു താല ഇവിടെ സെലക്ട് ആക്കിയത്. അസീസും റഹീമുമായ അള്ളാഹു താല ടിക്കറ ഇതിരെ വിടുകടാക്കി തന്നേരെ, അല്ലെങ്കിൽ ഇതിരെ ഒരു റിവീൽ ആക്കി തന്നേരെ, ഇതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പടിപ്പാട്ടി കൊടുത്തരേ. അസീസ് ചൊന്നെങ്കിൽ ഇസ്സത്തുള്ള ആള്, നല്ല പ്രതാപമുള്ള ആള്, പ്രതിഷ്ഠ ഉള്ള ആള്, പ്രതിഷ്ഠിതനായ ഒരാളിട്ടാണ് അർത്ഥം അസീസ് ചൊന്നെങ്കിൽ. അജേയനായ ഒരാള് ചെന്നെങ്കിൽ പവറുള്ള ആളുണ്ട് ചൊല്ല ഒരർത്ഥത്തിൽ. പിന്നെ ഒരർത്ഥത്തിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരാൾ. പവർഫുൾ ആയിട്ടുള്ള പല ആൾമാരെ നമുക്ക് കാണുകയുള്ളൂ. കൂടെ പല രാജക്കാരന്മാർക്കും അതുപോലുള്ള ആൾമാർക്കെല്ലാം നല്ല പവറും. ഇസ്സത്ത് ചൊല്ലത് ആറൂപ്പത്തിലുള്ള പവർ അല്ല, റെസ്പെക്റ്റോട് കൂടിയുള്ള പവർ ആണ് ഇസ്സത്തിന്റെ അറബിൽ ചൊല്ലി. അതായത് ഇപ്പൊ ഉദാഹരണം നോക്കൊരു പോലീസ് ആയിട്ടുള്ള ഒരാൾക്ക് അവനക്ക് പവർ ഉണ്ട്, അവൻ ചൊന്ന ഒരു പലക്ക കേൾക്കണം അവడు. പക്ഷേ ഞങ്ങ അവൻ ചൊന്ന ഒരു പലക്ക ഞങ്ങ കേൾക്കുമ്പോമേ അവൻ്റെ ഞങ്ങൾക്ക് റെസ്പെക്ട് ഇക്കൊണ്ടില്ല, മനസ്സിലാവുണ്ട് ഞങ്ങൾ ദൂരം കൊണ്ടിക്കിട. അവൻകൂടെ ഷർറൊന്ന് തീന്നിന്മയ്യാവുന്ന ഞങ്ങളെ മനസ്സിലിക്കിട. പക്ഷെ അവന്റെ പലക്ക അത് അവനക്ക് ഒരു പവർ ഉള്ളത് കൊണ്ട് അവന്റെ പലക്ക കേൾക്കണം അവൻ. അങ്ങനത്തെ ഒരു പവറുള്ള ആൾക്ക് അസീസ് ചൊല്ലില്ല. അസീസ് എന്നെങ്കിൽ റെസ്പെക്റ്റോട് കൂടിയുള്ള പവർ, അതായത് മനസ്സിൽ റെസ്പെക്ട് ഇന്നിട്ടുള്ള ഒരു പവർ ഉള്ള ആളുകാണ്, പവർഫുൾ ആയിട്ടുള്ള ആളുകാണ് അസീസ് ചൊല്ലി. അള്ളാഹു താല അങ്ങനത്തെ ഒരു പവർഫുൾ ആയിട്ടുള്ള ആളായിട്ടിക്കറ. അവന്റെ ആ പവർ, അവന്റെ അധികാരത്തെ എല്ലാവർക്കും അംഗീകരിക്കണവടും അതിരെ റെസ്പെക്ട് ആക്കണവടും. റെസ്പെക്ട് ആക്കാൻട്ട് നിർവാഹ ഇല്ല. അപ്പൊ അങ്ങനത്തെ പവർഫുൾ ആയിട്ടുള്ള ഒരാൾ ഇത് ഇറക്കി തന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ആശയങ്ങൾ ഒരിക്കലും ആർക്കും റിജക്ട് ആക്കുകയില്ല. ഇതിലുള്ള ആശയങ്ങൾ തിദ്ദുപടിയാക്കുക ഒരാളെ കൊണ്ടും സാധ്യമില്ല. ഇതിലുള്ള ആശയ ഇവിടെ നടക്കുക തീരാണ്ട് വർത്ത എതിർത്ത് വന്നാണ് ഒരിക്കലും അവണ്ട് കൊണ്ടു സാധ്യമില്ല. അപ്പൊ ഇതിലെ ആശയങ്ങളും ഈ ഖുർആനിൽ പഠിപ്പാട്ടങ്ങനത്തെ എല്ലാ വിഷയങ്ങൾ ഒരു പവർഫുൾ ഉള്ള ആളായിട്ടുള്ള ഒരാളാണ് ഇത് ഇറക്കി തന്നരേ, ഇതിരെ പഠിപ്പാട്ടി തന്നരേ. ആശയങ്ങൾ ഇന്നത് കൊണ്ട് കാര്യമില്ലല്ലേ. ദുനിയാവിൽ എത്രമാ വിഷയങ്ങൾ കൊത്തുള്ളങ്ങനത്തെ എത്രമാ നല്ല നല്ല ആശയമുള്ള ആൾമാരുള്ള അതിരെ നടപ്പിലാക്കുക ചിലപ്പോൾ അങ്ങനെ കൊണ്ട് സാധ്യമാവട്ടില്ല. കാരണം അങ്ങക്ക് പവർ ഇക്കില്ല, അധികാരം ഇക്കില്ല. അതുകൊണ്ട് അങ്ങനെ ആശയം വെറുതെ വേസ്റ്റ് ആയി പോകുന്നു. അങ്ങനത്തെ ഒരു വേസ്റ്റ് ആയി പോകേണ്ട അങ്ങനത്തെ വിഷയങ്ങൾ എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു കിതാബ് അല്ലാണ്ടാണ് അള്ളാഹു താല ഈ കിതാബിനെ ചൊല്ലി. വെറുതെ കുറെ ആശയങ്ങൾ ഇങ്ങനെ ചൊന്നിട്ട് ആൾമാരെ തലവെടുക്കാക്കൂല്ല ആശയമല്ല, മറിച്ചിട്ട് ഇതിനെ നടപ്പിലാക്കി ഇവിടെ അള്ളാഹു താല കാട്ടറ അങ്ങനത്തെ പവറുള്ള അങ്ങനത്തെ അധികാരമുള്ള അങ്ങനത്തെ ഒരാളാണ് ഇതിനെ ഇറക്കി തന്നരേ എന്നിട്ട് അള്ളാഹു താല ചൊല്ല. അങ്ങനെ ചൊല്ലുമ്പോ ഇത് ഓതരങ്ങനത്തെ ഇത് കേക്കടങ്ങനത്തെ ഒരാൾക്ക് ചിലപ്പോ മനസ്സിൽ അള്ളാഹു താല പവർഫുള്ളായ ഒരാളാണ് ഇത് ഇറക്കി തന്നത്, അതുകൊണ്ടിട്ട് ഇതിൽ ആശയെല്ലാം നടപ്പിലാക്കിയിട്ട് വേണം ഇത് ചൊന്ന പോലെ ഞാൻ ചൊന്ന പോലെ കേൾക്കണം ചൊല്ലുമ്പോ സാധാരണയായിട്ട് ഞങ്ങളെ മനസ്സിലൊരു പേടിയാണ് ഉണ്ടാവിടെ അല്ലെ. അധികാരമുള്ള ഒരാളുണ്ട് കേൾക്കുമ്പോമേ ഞങ്ങളെ മനസ്സിലൊരു പേടിയാണ് ഉണ്ടാവും. അപ്പൊ മനസ്സിൽ ചിലപ്പോ ഒരാൾ ഇങ്ങനെ വിചാരിക്കൂ, ഈ ഖുർആനിൽ ചൊന്ന ആശയങ്ങളെല്ലാം നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നക്ക് ആക്കുക ആവാണ്ട ಬಂದೆಂಟಾയെങ്കിൽ ನಾನು വലിയൊരു ശിക്ഷക്ക് നാണ് അനുഭവിക്കണായിട്ട് ബണ്ട, അല്ലെങ്കിൽ നാൻ നശിച്ചു പോണ്ടേ, ഇതിലൊരു എക്സ്ക്യൂസും ഇല്ലേ, ഈ ഇതിന് പിന്നെ ഇറക്കിയ തന്നെ അള്ളാഹു അവണു വെറും പേടുപാട്ടോണ് മാത്രമാ എന്നൊരു ഫീലിംഗ് ചിലപ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അള്ളാഹു താല തൊട്ടുടൻ അള്ളാഹു താല ചൊല്ലെ അർ റഹീം, വെറും പവറുള്ള ആളല്ല, വെറും പേടുപാട്ടങ്ങനത്തെ തന്റെ പവർ കൊണ്ടിട്ടു
പേടുപാട്ടങ്ങനത്തെ ഒരു ആൾ മാത്രല്ല അവನು റഹീം നല്ല റഹ്മത്തുള്ള ആളും കൂടിയിട്ട് ഇക്കട അപാരമായിട്ടുള്ള അങ്ങനത്തെ ധാരാളമായിട്ടുള്ള അങ്ങനത്തെ റഹ്മത്ത് ഉള്ള ആളുമായിട്ട് ഇക്കട റഹ്മത്ത് ചൊന്നെങ്കിൽ കിർഫാണ്ട് മാത്രല്ല അർത്ഥമില്ലേ നല്ല പിർസ നല്ല കേറിങ് നല്ല പോഷനാക്കടങ്ങനത്തെ കേറോട് കൂടെ നല്ല പിർസത്തോടു കൂടെ പോഷനാക്കടങ്ങനത്തെ പിർസത്തോടു കൂടെ അങ്ങനത്തെ പെരുമാറങ്ങനത്തെ ഒരു ആളും കൂടിയിട്ടിക്കട ആലായിട്ടുള്ളവനായിട്ടിക്കട ഇതിനെ ഇറക്കി തന്നരേട്ട് അള്ളാഹു താല ചൊന്നിട്ടില്ല. അപ്പൊ അസീസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു അർത്ഥമാണ് റഹീമുകുല്ലി. അസീസ് ചൊല്ലുമ്പോൾ ഒരു പേടിയാണ് ഉണ്ടാക്കണേ, റഹീം ചൊല്ലുമ്പോൾ ഒരു പിർസാണ് ഉണ്ടാക്കണേ. റഹീം ചൊല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രതീക്ഷ ഒരു നിരീക്ഷയാണ് അള്ളാഹു താല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അസീസും റഹീമുമായ ഒരാളാണ് ഇതിൽ ഇറക്കി തന്നിരുന്നത്. നിങ്ങൾ നോക്കൊരു സാധാരണ ഒരു മക്കളെ നിയന്ത്രണാക്കണ അങ്ങനത്തെ പാരന്റ്സ് ആവട്ടെ അല്ലെങ്കിൽ ടീച്ചർമാരാവട്ടെ അങ്ങൊക്കെ എപ്പോഴും രണ്ട് സ്വഭാവം വേണം അല്ലെ. മക്കളെ നിയന്ത്രിക്കണോണ്ടായെങ്കിൽ രണ്ട് സ്വഭാവം വേണം. ചിലപ്പോ നല്ല പേടുപാട്ട ഒരു സ്വഭാവം വേണവു, ചിലപ്പോ നല്ല പിർസക്കാട്ട സ്വഭാവം വേണം. വെറും പേടുപാട്ട ഒരു പേരൻസ് അല്ലെങ്കിൽ ടീച്ചർ ആയിട്ടുണ്ടെങ്കിൽ അലക്ക മക്കളെ മാനസികാവസ്ഥയിൽ ചിലപ്പോ തപ്പിപ്പോണ്ട് മക്കളൊക്കെ മാനസികമായിട്ട് അലക്ക ദുർബലമാരായി പോണ്ടാണ്. അതേ ടൈമിൽ വെറും പിർസ കാട്ടങ്ങനത്തെ പേടുപാട്ടുണ്ട് വെറും പിർസ കാട്ടിട്ട് മക്കളെ ബൽത്തരണ്ടായെങ്കിൽ ബൽത്തരങ്ങനത്തെ പാരന്റ്സ് ആവട്ടെ അല്ലെങ്കിൽ പഠിപ്പാട്ട് ടീച്ചർമാരാവട്ടെ അങ്ങനെ ആക്കിയിട്ടായെങ്കിൽ അതിലും തെരു തപ്പി പോണ്ടാറ്. മക്കൾക്ക് പിന്നെ ഒരു പേടിക്കില്ല. രണ്ടും മിക്സ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു രീതിയാണ് ഒരു പാരന്റ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടീച്ചർ ആയിട്ടുള്ള ആൾക്ക് വേണമായിട്ടുള്ള. മക്കളെ നിയന്ത്രണാക്കണുണ്ടായെങ്കിൽ മക്കളെ പേടുപാട്ടങ്ങനത്തെ ഒരു സ്വഭാവം വേണം, മക്കൾ നല്ല പിർസ കാട്ടുന്ന സ്വഭാവം വേണം. ആ ഒരു രൂപത്തിൽ തന്നെയാണ് അള്ളാഹു താല ഇവിടെ ഞങ്ങൾ ചൊന്നിട്ടില്ല. അള്ളാഹു താലല്ല ഇപ്പൊ ഞങ്ങളെല്ലാരും നിയന്ത്രണാക്കണേ. ഞങ്ങൾ ഓരോരുത്തരുടെ നിയന്ത്രണാക്കും ഞങ്ങളെല്ലാരും നിയന്ത്രണാക്കിയോണ്ടില്ലേ, ഞങ്ങളെ കൺട്രോൾ ആക്കിയോണ്ടില്ലേ അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു താല ഞങ്ങൾക്കു ഈ വിഷയ ഖുർആന്റെ വിഷയം ചൊന്നു തരുമ്പോ അള്ളാഹു താല ചൊന്നിട്ടില്ലേ, നാണ് ഒരേ ടൈമിൽ നാണ് അസീസ് ആയിട്ടില്ലേ, നാണ് പവർഫുൾ ആയിട്ടില്ലേ, പേടുപാട്ട ഒരു ആ സ്വഭാവമുള്ള ആളുമായിട്ടിക്കടെ റഹീം നല്ല പിർസ കാട്ടങ്ങനത്തെ സ്വഭാവമുള്ള ആളുമായിട്ടിക്കടെ. അപ്പൊ മുഅ്മിനായ ഒരു മനുഷ്യക്ക് ഈ രണ്ട് വസ്തുങ്ങ ഈ രണ്ട് സിഫത്തുങ്ങ കേൾക്കുമ്പോ അവന്റെ മനസ്സിൽ ഖൗഫും റജാഉം പേടിയും അതുപോലെ നല്ല ഒരു പ്രതീക്ഷയുമാണ് ഉണ്ടാവണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി തരും, മുഅ്മിനായ ഒരാൾ എപ്പോഴും ബൈനൽ ഖൗഫി വർ റജാ, മുഅ്മിനായ ഒരാള് ഖൗഫും പേടിടും റജായുടെ ഇടയിലാണ് എപ്പോഴും ഇക്കുണയത്. അള്ളാഹു താലയുടെ നല്ലോണം പേടി വേണം. എന്തെങ്കിലും ഒരു കാര്യം അവർ തപ്പാക്കിയിട്ടായെങ്കിൽ അള്ളാഹു താല നിന്റെ വല്ലാതെ ശിക്ഷിക്കിടാനാ, നാനലക്ക നശിച്ചു പോണ്ടേ എന്നൊരു പേടിയും വേണം. അതേ ടൈമിൽ പേടിയാറെയാറായിട്ട് മാനസികമായിട്ട് അലക്ക ദുർബലമാരായി പോകൂ തീര അള്ളാഹു താലയുടെ റഹ്മത്തില് റജാ അല്ലെങ്കിൽ പ്രതീക്ഷ ഉള്ളങ്ങ നിരീക്ഷ ഉള്ളങ്ങവും ആയിട്ടിക്കൊണ്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പാട്ടി തന്നെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊന്നങ്ങനത്തെ ഒരു പലക്ക നമുക്ക് കാണ്ട്, ലൗ നൂദിയ അന്ന കുല്ലൻ നാസി ഫിന്നാരി ഇല്ലാ വാഹിദൻ ലളനന്തു അന്നഹു ഉമർ. ഒരു ബിലിബന്തിന്റെ പേരിക്കൊരു അള്ളാഹു താലയുടെ ഭാഗത്തിൽ നിന്ന് അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് വന്ന് എന്തിനേട്ട് ഒരാളല്ലാണ്ട് ബാക്കിയുള്ള എല്ലാ ആൾമാറും നരകത്തിലായിട്ട് ഇക്കിടാറിട്ട് ഒരു അനൗൺസ്മെന്റ് ബന്തിന് പേരിക്കൊരു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലി അങ്ങനെ ഒരു ബന്തിട്ട് പേരിക്കൊരു. സപ്പോസ് അങ്ങനെ ബന്ത് ഒരാളല്ലാണ്ട് ബാക്കിയുള്ള എല്ലാ ആൾമാറും നരകത്തിലാണ് എന്ന് വന്നിട്ടെങ്കിൽ ആ ഒരാള് അത് ഉമറായിട്ടിക്കറിണ്ടെന്നാണ് വിചാരിക്കുക, ആ ഒരാള് നാനായിട്ടിക്കുവേണ്ടെന്നാണ് വിചാരിക്കുക. അതായത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നങ്ങനത്തെ ആള് അത് നാനായിട്ടിക്കു വേണ്ടെന്നാണ് വിചാരിക്കുക. അതേപോലെ വലൗനൂദി അന്ന കുല്ലൻ നാസി ഫിൽ ജന്നത്തി ഇല്ലാ വാഹിദൻ ലളനന്തു അന്നഹു ഉമർ. ഇനി വേറെ അനൗൺസ്മെന്റ് വന്നതിന് പേരിക്കൊരു എല്ലാരും സ്വർഗത്തിലാണ്, ഒരാൾ മാത്രം സ്വർഗത്തിൽ പോണില്ല, ഒരാൾ മാത്രം നരകത്തിക്ക് പോണ്ടു എന്നൊരു അനൗൺസ്മെന്റ് വന്നതിന് പേരിക്കൊരു അപ്പോഴും ನಾನು വിചാരിക്കുക എന്തിനേട്ട് അത് ഉമറായിട്ടിക്കര് അത് നാനായിട്ടിക്കടെ എന്ന് ನಾನು വിചാരിക്കുക. വല്ലാതെ ചിന്തിക്കുണായ ഒരു പലക്കായിട്ടിക്കര്. എല്ലാരും നരകത്തിലാവിടാറ് ഒരാൾ മാത്രം സ്വർഗത്തിലാവിടും ചൊല്ലുമ്പും നാനത് നാനെന്റെ പേരിക്ക് വേണ്ടാണ് ഉമർ അല്ലാഹു ചൊല്ലേ. നോക്കോറ് നിങ്ങ
സ്വർഗത്തേക്ക് പോണ ആൾമാർ ഉമർ റളിയല്ലാഹുവിനെ കാണാൻ ഏറ്റവും അർഹരായ എത്ര ആൾമാരുള്ളാർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്, ഉമർ റളിയല്ലാഹുവിനെ കാണുമ്പോൾ അമ്പിയാക്കന്മാരുള്ളാർ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. പക്ഷെ ആ ടൈമിൽ ഉമർ റളിയല്ലാഹു ചൊല്ലി ഞാൻ അവർ പ്രതീക്ഷ കൂടാലെ നാനൈറ്റിക്കുക ആ സ്വർഗത്തേക്ക് പോകേണ്ട ഏക വ്യക്തി നാനൈറ്റിക്കുക ചൊല്ല ഒരു പ്രതീക്ഷ ആ ഒരു നിരീക്ഷ നാണ് ഒരിക്കലും നാണ് കൂടാലെ ആ ഒരു നിരീക്ഷ നാണ് ബയിക്കുക. കാരണം അള്ളാഹു താലയുടെ റഹ്മത്തിനൊക്കെ നിരീക്ഷ ഉണ്ട്. അതേപോലെ നക്ക് പേടിയുമുണ്ട് നന്റെ അള്ളാഹു താല നരകത്തിൽ ഇടാനായിട്ട്. എങ്ങനെ എല്ലാവരും സ്വർഗത്തിലാണ്, ഒരാൾ മാത്രം നരകത്തിലേറ്റിക്കിടെ. നരകത്തുക്ക് പോകുക ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും നരകത്ത് പോകണ്ടേ. നരകത്ത് പോകുക ഏറ്റവും അർഹരായ ഇബ്ലീസ് ഉള്ള എത്രമാ ആൾമാരുള്ള ഫിറഔൻ പോലത്തെ എത്രമാ ധിക്കാരികളുള്ളാർ. ആ ടൈമിൽ പോലും നരകത്ത് ഒരാൾ മാത്രമാണ് പോകേണ്ട അനൗൺസ്മെന്റ് വന്നിട്ടെങ്കിൽ അത് നാനിട്ട് പേടിക്ക് വേണ്ടിയിട്ടാണ് ഉമർ റളിയല്ലാഹു ചൊന്നത്. അപ്പൊ ആ ഒരു പേടിയും നക്ക് എപ്പോഴും മിക്കിറിട്ടാണ് അതിലൂടെ ഉമർ റളിയല്ലാഹു പഠിപ്പാട്ടി തന്നെ. അപ്പൊ ആ ഒരു രൂപത്തിലാണ് ഞങ്ങളുടെ മാനസികാവസ്ഥ ഇക്കൊണായതിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹുവിന്റെ ഈ പലക്കത്തിൽ നമുക്ക് മനസ്സിലാക്കുകയാണ്. അപ്പൊ തൻസീൽ അൽ അസീസുർ റഹീം, ഈ കിതാബ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാക്കിയതല്ല, ഇത് അസീസും റഹീമുമായ അള്ളാഹു ഇറക്കി തന്നങ്ങനത്തെ ഒരു കിതാബായിട്ടിക്കറ് എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു താല അങ്ങ് പഠിപ്പാട്ടി തന്നിട്ടില്ല. എന്നിട്ട് നെക്സ്റ്റ് അള്ളാഹു താല എന്തിനാണ് ഈ കിതാബിടെ അള്ളാഹു താല ഈ ഒരു ഖുർആന്റെ എന്തിക്ക് അള്ളാഹു താല ഇറക്കി തന്നറ, എന്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖാന്തരം അങ്ങ് പഠിപ്പാട്ടി തന്നറാണ്, അതൊരു ഉദ്ദേശം എന്തിനായിട്ടാണ് നെക്സ്റ്റ് വിശദീകരിക്കണേ. ലിതുൻസിറ ഖൗമൻ മാ ഉൻസിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ഓ നബിയെ, ഇതിൽ നിങ്ങൾക്ക് നങ്ങ ഇറക്കി തന്നറ ലിതുൻസിറ ഖൗമൻ, ഒരു സമൂഹത്തിന് നിങ്ങ എച്ചരിക്ക കൊടുക്കുകയായിട്ടിക്കർ. മാ ഉൻസിറ ആബാഉഹും, അങ്ങനെ പൂർവികന്മാരായിട്ടുള്ള ആൾമാർ അങ്ങനെ ബാപ്പമാർക്ക് ഇങ്ങനത്തെ ഒരു എച്ചരിക്ക കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫഹും ഗാഫിലൂൻ, അങ്ങ് ഈ വിഷയത്തിലല്ല അങ്ങ് ശ്രദ്ധയില്ലാത്ത ആൾമാരായിടാറ്, അശ്രദ്ധരായ ആൾമാരായിടാറ്. അപ്പൊ ആൾമാർക്ക് എച്ചരിക്ക കൊടുക്കുകയായിട്ട്, വാർണിംഗ് കൊടുക്കുകയായിട്ടാണ് ഈ കിതാബിടെ നിങ്ങൾ ഇറക്കി തന്നത്. എന്തൊരു വാർണിംഗ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദഅവത്തിന് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ടാസ്ക് അത് വാർണിംഗ് ചൊല്ലതായിട്ടുണ്ട്. അതായത് സാധാരണ ഒരു വാർണിംഗ് എപ്പോ വേണ്ടേ? ഒരു വലിയ എന്തോ വിപത്ത് അല്ലെങ്കിൽ ഒരു ആപത്ത് പറയുമ്പോ അല്ലേ ഒരു വാർണിംഗ് വേണ്ടേ? ഒരു വലിയ പ്രളയം ബറകൊണ്ടു ചെന്നിട്ട് സാധാരണ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു വാർണിംഗ് പറയും. അല്ലെങ്കിൽ വലിയൊരു മല ബറകൊണ്ടു നാശനഷ്ടം ഉണ്ടാവണം, അങ്ങനത്തെ വലിയ മല ബറകൊണ്ടു അതുകൊണ്ടിട്ട് ജാഗ്രത ലിക്കുറും ചിലപ്പോ വാർണിംഗ് വേണ്ട. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാംക്രാമിക രോഗ യാരെ സ്പ്രെഡ് ആവുകൊണ്ടു ജാഗ്രത ലിക്കുറു ചിലപ്പോ അങ്ങനെ ആ രൂപത്തിൽ വാർണിംഗ് ഉണ്ട്. അതായത് വലിയൊരു മുസീബത്ത് പറയുമ്പോഴാണ് സാധാരണ വാർണിംഗ് വേണ്ടത് എന്ന രൂപത്തില് ദുനിയാവുടെ ഈ കാര്യത്തിലുള്ള ചെറിയ ചെറിയ കാര്യത്തിൽ ഞങ്ങൾക്ക് വാർണിംഗ് വേണ്ടിട്ടുണ്ടായെങ്കിൽ ഇതിനെ കാണാൻ എത്രമാ വലിയ രൂപത്തിൽ ഞങ്ങൾ കാണുവാനായ ഒരു മുസീബത്ത് പറകും. മഹ്ശറാടെ ആ ഹിസാബും അതുപോലെ അത് കഴിഞ്ഞിട്ടുള്ള അങ്ങനത്തെ മനുഷ്യമാർക്ക് സ്വർഗ നരക്കാ ചെന്നിട്ട് ಬೇರೆ ಬೇರಾക്കി കൊടുക്കണം, അങ്ങനത്തെ ഒരു വലിയൊരു വിഷയ. അപ്പൊ നരക ചൊല്ല ഒരു വലിയ സംഗതി ഉണ്ട്. ആ നരക്കത്തുക്ക് പോയിട്ട് വീണ്ടത് ചൊല്ലത് അത് വലിയ നാശയിട്ടിക്കറ് നഷ്ടയിട്ടിക്കറ് ചൊല്ല വിഷയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വാർണിംഗ് തന്നോട്ടിന്, എച്ചരിക്ക തന്നിട്ട്. ആ ഒരു എച്ചരിക്ക കൊടുക്കുകയായിട്ടാണ് നിങ്ങൾക്ക് ഈ കിതാബിടെ നങ്ങ ഇറക്കി തന്നത്. മാ ഉൻസിറ ആബാഉഹും, ഈ എച്ചരിക്ക അങ്ങനെ ബാപ്പമാർക്ക് അങ്ങനെ പൂർവികന്മാരായിട്ടുള്ള ആൾമാർക്ക് കിട്ടിയിട്ടില്ല. നമുക്കൊത്തുള്ളതുപോലെ മക്കത്തെ ഖുറൈശിങ്ങാവട്ടെ മക്കത്തുള്ള ജീവിച്ചോണ്ടിരുന്ന ആൾമാർക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെ ദീന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിലൂടെ കിട്ടിയിട്ട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ആ റായത്തിൽ ദഅവത്താക്കിയ ആളായിട്ടിക്ക്. അതിൽ പിന്നെ ആ റായത്തില് നബിമാർ വന്നിട്ടില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പണ്ട്. അതിനിടയില് ബാക്കിയുള്ള നബിമാരെ ദഅവത്ത് ചെറിയ ചെറിയ രൂപത്തിൽ മക്കത്തെ റായത്തിൽ എത്തിട്ടിട്ടുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു നബി വന്നിട്ട് ആ റായത്തിക്ക് ഒരു ദഅവത്താക്കട ഒരു ദഅവത്താക്കി ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി നമുക്ക് കാണുകയാവില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ടാണ് എത്രമാ ഗ്യാപ്പ് ഉണ്ട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ഇടയിലും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടയിൽ എത്രമാ ഗ്യാപ്പ് ഉണ്ട്. നബി തങ്ങളെ തൊട്ടു മുതൽ വന്ന അങ്ങനത്തെ നബി ഈസാ നബി അലൈഹി ഇസ്ലാമായിട്ടിക്ക്.
ഈസാ നബി അലൈഹി ഇസ്ലാം നബി തങ്ങളുടെ ഇടയിൽ 500 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാം മക്കത്തെ റായത്തിൽ ഹിജാസിൽ അയക്കപ്പെട്ട ആളല്ല, ബനു ഇസ്രായേൽ അയക്കപ്പെട്ട ആളായിട്ട്. അപ്പൊ മക്കത്തെ ആൾമാർക്ക് ദഅവത്ത് കിട്ടിയിട്ടില്ല. ആ ദഅവത്ത് കിട്ടാത്തങ്ങനത്തെ എച്ചരിക്ക കിട്ടാത്തങ്ങനത്തെ ആൾമാർക്ക് എച്ചരിക്ക കൊടുക്കുക ഇട്ടിക്കറ് നിങ്ങളെ ഞങ്ങൾ കടത്തിരേണ്ടാണ് അള്ളാഹു താല ചൊല്ലുണ്ട്. ലിതുൻസിറ ഖൗമൻ മാ ഉൻസിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. അപ്പൊ ഇത്രയും നല്ല കിതാബ് വൽ ഖുർആനിൽ ഹക്കീം ഉണ്ട് അല്ലാഹു തആല ചൊന്ന ഹക്കീമായ ഖുർആന്റെ നിങ്ങൾക്ക് ഇറക്കി തന്നറ നല്ലൊരു ആർക്കും ചാലഞ്ച് ആക്കുകയാവാത്തങ്ങനത്തെ ഖുർആനെ നിങ്ങൾ തന്നറ. നിങ്ങളെ നല്ല ലൈഫ് പെർഫെക്റ്റ് ആയ ലൈഫും ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് കിഞ്ഞോട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആറും വിചാരിക്കുവാറ് ഖണ്ഡിതമായിട്ടും മനുഷ്യന്മാരെല്ലാം വേഗം നബി തങ്ങളെ ആക്സെപ്റ്റ് ആക്കുവാറ്. കാരണം ഒരു അത്ഭുതകരമായ ഒരു കിതാബും നബി തങ്ങളെ കയ്യിലുണ്ട്. നല്ല ശുദ്ധമായ സംശുദ്ധമായ ലൈഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിട്ടുണ്ട്. ഇതെല്ലാം ഇക്കുമ്പോ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ആൾമാർ സ്വീകരിക്കണ്ടേ എന്ന് ചിലപ്പോൾ വിചാരിക്കുവാറ്. അതുകൊണ്ട് തന്നെ അള്ളാഹു താല ചൊന്നിട്ടില്ല, അങ്ങനെ നിങ്ങൾ വിചാരിച്ചു പോണ്ട, ഇതെല്ലാവരും പെട്ടെന്ന് സ്വീകരിക്കിടാറ് എന്ന് നിങ്ങൾ വിചാരിച്ചു പോണ്ട. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം. അങ്ങനെ ഭൂരിപക്ഷ ആൾമാരെ കാര്യത്തിൽ തീർമാനായി പോയിട്, അങ്ങനെ കാര്യത്തിലുള്ള തീർമാന അത് നേരായി പോയിട്. ഫഹും ലാ യുഅ്മിനൂൻ. അങ്ങ് ഒരിക്കലും വിശ്വസിക്കുക പോണില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല കാര്യങ്ങൾ നേരായ കാര്യമായിട്ടിക്ക്, സത്യമായിട്ടുള്ള കാര്യമായിട്ടിക്ക്, സത്യമായ കാര്യങ്ങൾ സത്യമായിട്ടുള്ള വിഷയങ്ങള ആൾമാർ സ്വീകരിക്കുന്നത് ഭാര്യ കൊറടിയേറ്റിക്ക്. ദുനിയാവുടെ പല നിലക്കുള്ള സിറ്റുവേഷനുങ്ങ, പല ആഗ്രഹങ്ങ, പല മോഹങ്ങ, പല നിലക്കുള്ള അങ്ങനത്തെ കാര്യങ്ങ സത്യ സ്വീകരിക്കുന്നതിൽ നിന്നിട്ട് തടയിട്. അതുകൊണ്ട് തന്നെ സത്യം അങ്ങനെ ആൾമാർ അത്ര വേഗം ആക്സെപ്റ്റ് ആക്കില്ല, സ്വീകരിക്കില്ല. അതുകൊണ്ട് തന്നെ ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം, അങ്ങനെ ചെമ്മത്തെ ആൾമാരുടെ വിഷയത്തില് ശിക്ഷയുടെ തീർമാനമായിപ്പോയിട്. അൽ ഖൗല് നേരായി പോയിട്ടാണല്ലോ ആ തീർമാനം, ആ ഒരു പലക്ക നേരായി പോയിട്ട്. ഏതാണ് ആ പലക്ക? അല്ലാഹു തആല ഇബ്ലീസിനെ അല്ലാഹു തആല പുറത്താക്കുമ്പോൾ അല്ലാഹു ഒരു പലക്ക ചൊല്ലുന്ന ഖാല ഫൽ ഹഖ് വൽ ഹഖ് അഖൂൽ ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ. ഇബ്ലീസ്, നാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ അടിമകളെ നാണ് തെരുത്തപ്പാട്ടേണ്ട അല്ലാഹു തആലയുടെ ചാലഞ്ച് ഇട്ടപ്പ അല്ലാഹു തആല ഒരു പലക്ക ചൊന്ന ലഅംലഅന്ന ജഹന്നമ മിൻക, നിന്റെയും നിന്റെ ഫോളോ ആക്കടങ്ങനത്തെ ആൾമാരെ കൊണ്ടിട്ട് നാണ് നരകത്തെ നൊറക്കിട എന്നൊരു എച്ചരിക്ക, വലിയൊരു വാർണിംഗ് ഇബ്ലീസ് കൊടുത്തുന്ന. അപ്പൊ ആ ഒരു പലക്ക നേരായി പോയിട്ടാണ് അള്ളാഹു താല ചൊല്ലി. ആ ഒരു തീർമാനം, ശിക്ഷയുടെ തീർമാനം, അള്ളാഹു താല ശിക്ഷിക്കട ചൊല്ല ഒരു തീർമാനം ചെമ്മത്തെ ആൽമാറില് അത് തീർമാനമായി പോയിട്. അപ്പൊ സത്യത്തെ സ്വീകരിക്കട ആൽമാർ കൊറടി ആയിട്ടിക്കിറാനിട്ടാണ് അള്ളാഹു താല ഇതിൽ സൂചിപ്പിക്കുന്നത്. എപ്പോഴും നേരായ വിഷയം സ്വീകരിക്കട ആൽമാർ വളരെ കൊറടി ആയിട്ടിക്കിട. എന്തുകൊണ്ടിട്ടാണ് നേരായ വിഷയം സ്വീകരിക്കാവാത്തത്? അതിന് കാരണമാണ് അള്ളാഹു താല നെക്സ്റ്റ് വിശദീകരിച്ചുകൊണ്ടല്ലേ, ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. എന്തുകൊണ്ടാണ് ആൾമാർക്ക് നേരായ വിഷയം സ്വീകരിക്കാവില്ല? കാരണം അങ്ങനെ പല കാര്യങ്ങ, പല നമത്തുള്ള മോഹങ്ങ, ആശങ്ങ, അതുപോലെ പല ബെടക്കായിട്ടുള്ള സിറ്റുവേഷൻ എല്ലാം അങ്ങനെ ചുറ്റിമുട്ടുරු, അങ്ങനെ ചുന്തിമുട്ടുരു, ഒരു ബന്ധനത്തിലായിട്ടുള്ള. അതുകൊണ്ട് തന്നെ അങ്ങക്ക് നേരായ വിഷയം കാണുകാവില്ല. അതിലെ ഒരു ആലങ്കാരിക രൂപത്തിലാണ് അള്ളാഹു താല വിശദീകരിച്ചുകൊണ്ടില്ല. ഇന്നാ ജഅൽനാ ഫീ അനാഖിഹിം, അങ്ങനെ കൽത്തിൽ നങ്ങ ആക്കി വെച്ചിറ എന്തിനെ? അഗ്ലാലൻ, ചങ്ങലങ്ങ, സങ്കോലങ്ങ നങ്ങ അങ്ങനെ കൽത്തിലാക്കി വെച്ചിറ. എങ്ങനത്തെ സങ്കോലയാണ്? ഫഹിയ ഇലൽ അദ്ഖാനി അദ്ഖാൻ, ആ സങ്കോലങ്ങ അങ്ങനെ താടിയല്ലൂടെ, താടിയുടെ ഭാഗത്തില് അത് ഔത്തോൽ അത് ടച്ച് ആയിട്ടുള്ള അങ്ങനത്തെ സങ്കോലയാണ്. അതായത് അങ്ങനെ കൽത്തിൽ സങ്കോല ഇട്ടിട്ട് അത് താടിരലിലൂടെ ഗട്ടി നിன்று, എന്നിട്ട് ഫഹും മുഖ്മഹൂൻ, അങ്ങനെ തല ഇങ്ങനെ മേൽ പൊന്തിക്കപ്പെട്ടതായ രൂപത്തിൽ, തല ഉയർത്തപ്പെട്ടതായ രൂപത്തിലാണ് അങ്ങനെ തലവില്ലേ. കൽത്തിക്ക് ഒരു ചങ്ങല ഇട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സങ്കോല ഇട്ടിട്ട്
പിന്നെ കൽത്തരടിയിലുള്ള ഗട്ടിയാവുന്ന രൂപത്തിൽ വെച്ചിട്ടെങ്കിൽ പിന്നെ ആ മനുഷ്യക്ക് ഒരിക്കലും തല കീഴാക്കുക തല പൊന്തിച്ചിട്ടേ വെക്കണം. ആ രൂപത്തിലാണ് അങ്ങനെ അവസ്ഥല്ലേ. അതായത് അള്ളാഹു താല ഇതിൽ ചൊല്ലുന്നിരുന്നെങ്കിൽ അങ്ങു നേരായ വിഷയമൊന്ന് കീഴ് ബഗ്ഗിട്ടൊന്ന് നോക്കുക അങ്ങനെ കൊണ്ടായിട്ടില്ലേ. അങ്ങനെ തലല്ല ഇങ്ങനെ മേലാണ് ദുനിയാവുടെ കാര്യങ്ങളാണ് ഇങ്ങനെ നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ ദുനിയാവുടെ ആശങ്ക, ദുനിയാവുടെ മോഹങ്ങ, അധികാരങ്ങായിട്ടിക്കറ അങ്ങനെ നോട്ടമില്ലേ. നേരായ വിഷയത്തിൽ ഒന്ന് താന്ന് നോക്കുക, ഒന്ന് കീഴായിട്ട് നോക്കുക അങ്ങനെ കൊണ്ട് സാധ്യമായിട്ടില്ല എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു താല വിശദീകരിച്ചുകൊണ്ടില്ലേ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ വിശദീകരിക്കാം. അള്ളാഹു താല ഞങ്ങൾ കേട്ടതും ചൊന്നതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ലനാ വലക്കും ബിൽ ഖുർആനിൽ അളീം വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.